രേണു സുധിയെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ബിഗ് ബോസിനകത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പരാമർശിക്കുന്നത്. ബിഗ് ബോസിന് പുറത്ത് രേണു സുധിയല്ല വേറെ ആര് എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ച് ഞാനത് റിവ്യൂ പറയില്ല. എനിക്കതിന് ആവശ്യമില്ല. ഒരു ഗെയിം കളിക്കാൻ പോയി, റിയാലിറ്റി ഷോ ഗെയിം കളിക്കാൻ പോയി, അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്, അതിനനുസരിച്ച് മാത്രമായിരിക്കും ഞാൻ റിവ്യൂ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ രേണു സുധിയുമായിട്ട് ഇപ്പോൾ വന്ന എന്റെ കമന്റ് ബോക്സിൽ വന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതിനുശേഷം ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വെറും 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ എങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്? രേണു സുധിയുടെ ആൾക്കാർ വന്ന് പറയുന്നത് ഞാൻ ലക്ഷങ്ങൾ യൂട്യൂബിൽ കൂടി സമ്പാദിക്കുന്നതാണ്. വെറും 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ഇനി എത്ര കാലം പിടിക്കും? മോണിറ്റൈസേഷൻ ചെയ്ത് ഇപ്പം 4000 വാച്ച് അവറും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 2-3 വർഷം അങ്ങനെ പിടിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം അതിന് ഞാനാണ്. പിന്നെ അതിനുശേഷം പിന്നെ പറയുന്ന രേണു സുധിയായിട്ടുള്ള യോഗ്യത എന്താണ്? എനിക്ക് എന്താണ് യോഗ്യത? രേണു സുധിയെ പറയാൻ രേണു സുധിയുടെ കണക്കുള്ള യോഗ്യതയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ ദൈവമേ, എനിക്ക് നല്ല ലോകത്തിൽ ഒരു പെൺപിള്ളേർക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും കൊടുക്കരുതെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം യാതൊരു തരത്തിലുള്ള ബിഹേവിയറും ഇല്ല. വായെടുത്ത നുണ പറയുന്ന ഒരു വ്യക്തിയൊക്കെ സ്വഭാവം കിട്ടണമെന്ന് നമ്മൾ പറയുന്നത് തന്നെ വളരെ മോശമാണ്. ഏത് ജോലി ചെയ്ത് ജീവിക്കുന്നതിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. പക്ഷെ നാക്കെടുത്താൽ നുണ പറയുകയും മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം ആർക്കും കിട്ടരുത്. പിന്നെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള യോഗ്യത, വിദ്യാഭ്യാസത്തെക്കുറിച്ച് രേണു സുധി ഒരു സ്റ്റോറി പറഞ്ഞു, പ്രൊഫഷണൽ ലൈഫ്. എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഉള്ള യോഗ്യത എനിക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എല്ലാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ചെയ്യാം എന്നുള്ളൊരു തെറ്റായ മെസ്സേജ് രേണു സുധി കൊടുത്തായിട്ട് എനിക്ക് തോന്നി ഇവിടെ. കാരണം വിദ്യാഭ്യാസ മന്ത്രി ജോലി വാഗ്ദാനം ചെയ്തപ്പോൾ രേണു സുധി പറഞ്ഞ ഒരു കാര്യം ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്റെ +2 SSLC ആൻഡ് +2 സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തത്, ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഒരു പോയിന്റ്. പിന്നെ അത് കഴിഞ്ഞ് ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞു, ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അതുകൊണ്ടാണ് ലാലേട്ട എനിക്ക് വീട്ടിൽ പോകണം തോന്നുന്നത് എന്ന് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചു, രേണുവിന് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാനാ, പുറത്തിറങ്ങി പോവാനാണ് പറഞ്ഞത്. നീ ഇറങ്ങി പോ, എന്തിനാണ് വെറുതെ അവിടെ മെനക്കെടുത്ത് നിൽക്കുന്ന, ഇങ്ങനെ മൂലയ്ക്ക് എവിടെയൊക്കെ ചുരുണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അത് മനസ്സിലാവാതെ, അയ്യോ ലാലേട്ട ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ലാലേട്ടാന്ന് അങ്ങനെ പറഞ്ഞാൽ ലാലേട്ടനോട് ഒരു ഇത്രയും വലിയ ഷോയിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്ന്. പിന്നെ ഞാൻ ബാംഗ്ലൂർ, അത് കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റോറിയിൽ പ്രൊഫഷണൽ ലൈഫ് പറഞ്ഞപ്പോൾ പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് മാത്രം ഞാൻ എടുക്കാം, വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് യാതൊരു കാര്യവും പറയത്തില്ല. അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ എന്താണ്, പ്രൊഫഷണൽ ലൈഫ്, അവർ നഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ അവർ നഴ്സിംഗ് പഠിച്ചു. ആ നഴ്സിംഗ് 1.5 വർഷം പഠിച്ചു. നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ അവർ ഒരു മാസമേ അവിടെ ഒരു വർഷത്തിൽ ലീവ് കിട്ടത്തുള്ളൂ. പിന്നെ ശനിയാഴ്ച മാത്രമാണ് ഔട്ടിങ്ങിൽ വിടുന്നത്. അത് വാർഡൻ കൂടെ വരുമെന്ന്. ബാംഗ്ലൂർ 5 വർഷം LLB പഠിച്ച ഒരാളാണ് ഞാൻ. ബാംഗ്ലൂർ LLB പഠിച്ചെന്നല്ല, നേഴ്സിംഗ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർഷം പ്രവർത്തിച്ച് നഴ്സിംഗ് കോളേജ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു. 2005 മുതലുണ്ടായിരുന്നു. അപ്പം ഈ രേണു പറഞ്ഞ കാലഘട്ടത്തിൽ ഞങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാരാണ്. 2008-2009 കാലഘട്ടത്തിൽ 2009 2009 ഞാൻ LLBക്ക് ബാംഗ്ലൂർ ചേർന്നത്. ആ 2009 മുതൽ 2014 വരെ ബാംഗ്ലൂർ ഞാൻ LLB പഠിച്ച ഒരാളാണ്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ എൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇതാണ്. LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് വാങ്ങിച്ച് ഇറങ്ങിയ ആളാണ് ഞാൻ. 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി സ്വന്തമായിട്ടുള്ള ഒരാളാണ് ഞാൻ. പഠിച്ച് പാസ്സായി പിന്നെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി ജയിച്ചതാണ് MBA HR ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്, MA എക്കണോമിക്സ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതേപോലെ LLM അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇത് ഇത്രയും കഴിഞ്ഞ ഒരാളാണ്. ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ യോഗ്യത. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും മാനേഴ്സിൻ്റെയോ ബിഹേവിയറിൻ്റെയോ അതേപോലെ നമ്മളെ കോമൺ സെൻസിൻ്റെയോ ഒരു അടയാളമേ അല്ല. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആയാലും നമ്മൾക്ക് അതിനനുസരിച്ച് വിവേകം കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ബിഹേവിയർ മനസ്സിലാക്കി, മാനേഴ്സ് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് പെരുമാറിയെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു മര്യാദയുള്ള ഒരു മനുഷ്യനായിട്ട് നാട്ടുകാർ പരിഗണിക്കും. അല്ലാണ്ട് നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു ഒരു വ്യക്തികളും വലിയ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ പറഞ്ഞല്ലോ, 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയുള്ള ഞാൻ ഒരിക്കലും വലിയ ഒരാളാണെന്ന് ഞാൻ ഒരു നിമിഷം ഞാൻ ചിന്തിക്കത്തില്ല. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അവനാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് പോയി എൻ്റെ കമ്പ്യൂട്ടർ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഫോണിനകത്തിരുന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ ബാക്ക് വലിയ സ്ക്രീൻ വെച്ച് തന്നു, ഇപ്പുറത്തെ ലാപ്ടോപ്പ് വെച്ച് തന്നു. ഇതെല്ലാം എൻ്റെ കുട്ടിയാണ്, എൻ്റെ മകനാണ് ഇത് ചെയ്തു തരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവനാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് ഇനി ABCD അറിയില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ കുട്ടികളായാലും അവരാണ് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമുക്കിത് വലിയ അറിവോ കാര്യങ്ങളോ ഉള്ള ആളല്ല. അപ്പം ഇതാണ്
പിന്നെ ഇതാണ് എൻ്റെ യോഗ്യത. പിന്നെ 11 വർഷമായിട്ട് ഞാൻ വക്കീലായിട്ട് ജില്ലാ കോടതികളിലും ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഇത് എന്തിന് വന്നിരിക്കുന്നു, യൂട്യൂബിൽ വന്നിരുന്ന മറ്റുള്ളവരെ കുറ്റം പറയില്ല, ഇത് എൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അതുപോലെ ഞാൻ ആക്ട്രസും കൂടി, അത്യാവശ്യം വലിയ ആക്ട്രസ് ഒന്നും പറയാൻ പറ്റില്ല, ഞാനൊരു കലാകാരിയും കൂടിയാണ്. ഡാൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ട് സ്കൂൾ തലത്തിൽ സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങളെല്ലാം പങ്കെടുത്ത ഒരാളാണ്. ഇപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ നേര് സിനിമയിൽ അഡ്വക്കേറ്റായിട്ട് തന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സിനിമ ചെയ്യുന്നുണ്ട്. ഒരു ഷോർട്ട് സീരിയൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡോക്യുമെന്ററി, കൃഷ്ണമൂർത്തി സാറിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഡ്രാമ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ കലാജീവിതം. അപ്പോൾ പ്രൊഫഷണൽ ലൈഫും കലാജീവിതവും ഇതാണ്. ഓക്കെ, ഇതെനിക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നും പറയാൻ ബുദ്ധിമുട്ടില്ല. കാരണം ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് വിത്ത് എവിഡൻസ് ആണ്. എൻ്റെ കയ്യിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കേരള ബാർ കൗൺസിലിന്റെ മെമ്പറാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. കൊല്ലം ബാർ അസോസിയേഷനിലെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടി വന്ന് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. ഒരു നഴ്സിംഗ് പഠിക്കാൻ SSLC കഴിഞ്ഞിട്ടാണെങ്കിൽ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ നമുക്കിപ്പോൾ PCB വേണമെന്നൊന്നുമില്ല, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വേണമെന്നൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ഒരു വല്ലാതെ നഴ്സിംഗ് പഠിക്കാൻ 4 ഇയേഴ്സ് നഴ്സിംഗ്, BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ PCB എന്നൊരു സംഭവമുണ്ട്. PCBക്ക് 50% മാർക്കും വേണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് 50% മാർക്ക് ഉണ്ടെങ്കിലാണ് ഒരു അഡ്മിഷൻ കൊടുക്കുക. കാരണം നമ്മുടെ കോളേജുകളിലൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഈ കുട്ടി 1 വർഷം അവിടെ നിന്നു എന്ന് പറയുന്നു. ഹോസ്റ്റലിൽ അത് കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നോ? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. 2008 പിന്നെ നഴ്സിംഗ് പഠിക്കാൻ പോയി 1.5 വർഷം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോയിരുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 6 മാസം 3 മാസത്തോളം പിള്ളേർക്ക് കൊടുക്കുന്നത് ഞാൻ പൾസ് നോക്കാൻ, നമ്മൾ പൾസ് നോക്കുക, അതുപോലെ തന്നെ BP നോക്കുക, ഷുഗർ നോക്കുക, ഇത്ര കാര്യങ്ങളാണ് നോക്കുന്നത്. പിന്നീട് ബ്ലഡ് ടെസ്റ്റ്. കാരണം നഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡും ഇഞ്ചക്ഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് 1.5 വർഷം കഴിഞ്ഞിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. 1 വർഷം കഴിയുമ്പോൾ തന്നെ പ്രാക്ടിക്കൽ തുടങ്ങും. അപ്പോൾ പ്രാക്ടിക്കലിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം 1.5 വർഷം അവിടെ താമസിച്ചു. അപ്പോൾ ആ ഹോസ്റ്റലിൽ താമസിച്ചില്ലേ, വീട്ടിലാണ് താമസിച്ചത്. എന്നിട്ട് ശനിയാഴ്ച ഔട്ടിങ്ങിന് വാർഡനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കോളേജുകളിൽ നമുക്കറിയാവുന്ന ചുറ്റുവട്ടത്തുള്ള ഒരു കോളേജുകളിലും ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഒരു കോളേജുകളിലും അങ്ങനെ വാർഡൻ കൂടെ കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഞായറാഴ്ച ദിവസം കുട്ടികളെ പുറത്ത് വിടും. അവർ വൈകുന്നേരം 7 മണിക്ക് മുന്നേ ആയിട്ട് ക്ലാസ്സിൽ കയറണം. കാരണം നമ്മളെ കോളേജിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ, കോട്ടയത്തൊക്കെയുള്ള 2-5-6 കുട്ടികൾ വരത്തില്ലായിരുന്നു. അപ്പോൾ അവർ വന്നില്ല. അങ്ങനെ പിന്നെ അവരങ്ങ് വീട്ടിൽ പോയി, അല്ലെങ്കിൽ കുറച്ച് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒക്കെ പോയി. അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നമൊക്കെ അവരെ കുടുംബത്തിന് പാരന്റ്സിനെയൊക്കെ വിളിച്ചു വരുത്തിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നഴ്സിംഗ് 1.5 വർഷം പഠിച്ചു എന്ന് പറയുന്നത് എങ്ങനെ പഠിച്ചു? സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, +2 SSLC സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത ചോദ്യം, എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് അതവിടെ നിർത്തിയിട്ട് എഞ്ചിനീയറിംഗ് പോയി. എഞ്ചിനീയറിംഗ് പോകണമെങ്കിൽ +2-ന് PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ള 3 സബ്ജക്ട് പഠിക്കണം. ഈ സബ്ജക്ട് പഠിച്ചവരെ +2 കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗിന് പഠിക്കാൻ കഴിയുക. അത് അവരുടെ യോഗ്യതയുടെ മാനദണ്ഡമാണ്. എഞ്ചിനീയറിംഗിന് ചേരാനുള്ള കോഴ്സിന്റെ യോഗ്യത മാനദണ്ഡമാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ് 5ാം ക്ലാസ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ മാത്സ് വേണം. അപ്പൊ എഞ്ചിനീയറിംഗ് പഠിച്ചു എന്ന് പറയുന്നത് മഹാകള്ളമല്ലേ? അതിനുശേഷം പിന്നീട് പറഞ്ഞത് എന്താണ്? ഞാൻ ഏവിയേഷന് പോയി. അപ്പോൾ ഈ SSLCയും +2 സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഈ വ്യക്തി ഏവിയേഷന് പോയി എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പുറത്ത് കണ്ടതാണ്. പുറത്തെ കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് പറഞ്ഞ് എന്തിനാണ് വഷളാവുന്നത്? അപ്പോൾ ഇതേ കണക്കുള്ള കല്ല് വെച്ച നുണകൾ പറയാൻ ഒരു ഉളുപ്പുമില്ല. ഞാൻ ആലോചിച്ച് ബിഗ് ബോസിലെ ആ കണ്ടസ്റ്റന്റുകൾ, അനീഷിനോട് എനിക്ക് കുറച്ചൊരു അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് പോലും അത് ചോദിച്ചില്ല. എഴുന്നേറ്റ് ചോദിക്കണ്ടേ? അപ്പോൾ താങ്കൾ എന്താണ് ലാലേട്ടനോട് പറഞ്ഞ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലെന്ന്? പിന്നെ എങ്ങനെയാണ് താങ്കൾ പിന്നെന്താണ് വാർഡന്റെ കൂടെ പോയി എന്ന് പറയുന്നത്? 1.5 വർഷം ബാംഗ്ലൂർ നഴ്സിംഗ് പഠിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാൻ ഒരു കണ്ടസ്റ്റന്റ് ആ ബിഗ് ബോസ് ഷോയിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് തന്നെ ശുദ്ധമായി എനിക്ക് തോന്നുന്നു. ഇനി വല്ല സ്ത്രീകാർഡോ വല്ല വിധവാകാർഡോ ഒക്കെ ഇറക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എന്ത് പേടി? ഇവരെന്താണ് നമ്മളെ സ്ത്രീകളെ സംബോധന ചെയ്തോ, അല്ലെ സ്ത്രീകൾക്ക് റെപ്രസെന്റേറ്റ് ചെയ്തോ, വിധവകളെ റെപ്രസെന്റ് ചെയ്താണ് പോയത്. ഇവർ നെഗറ്റീവ് ഫീൽ അടിച്ച് ഈ നാട്ടിലുള്ള നെഗറ്റീവ് എല്ലാം ഉണ്ടാക്കി യൂട്യൂബുകാരെ കൊണ്ട് നെഗറ്റീവ് പറയിച്ച് ബിഗ് ബോസുകാർക്ക് കുറച്ച് നെഗറ്റീവ് ആൾക്കാരെ വേണമല്ലോ. നെഗറ്റീവ് പറയുന്ന ആൾക്കാരും പോസിറ്റീവ് പറയുന്ന ആൾക്കാരും കുറച്ച് ഇവരെ കുറിച്ച് ഒന്നും പറയാത്ത കുറച്ച് ആർട്ടിസ്റ്റുകളെയും ഇവരെ എല്ലാം കൂടി ചേർന്നിച്ച് സമന്വയിപ്പിച്ച് പല തരത്തിലുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടിരുത്തി അവരുടെ കളികൾ, അല്ല അവരുടെ ജീവിതചര്യകൾ, അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെ കാണിച്ചു തരിക. അവരുടെ മൈൻഡ്, അവരുടെ ഏത് തരത്തിലുള്ള അവരുടെ ജീവിത രീതികളാണെന്ന് കാണിച്ചു തരാം. കാരണം പല കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. വളരെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും, കുറച്ച് നെഗറ്റീവായിട്ടുള്ളവരും, വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച ഒരു ഹൗസിനുള്ളിലാണ്. ഇതാണ് ഈ റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകത. അത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇവരങ്ങ് ഭയങ്കര ബിഗ് ബോസിന്റെ ഏതാണ്ട്
വലിയ സംഭവമായിട്ട് പോയതല്ല. ബിഗ് ബോസിൽ പോവാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബേഴ്സിനെ കൊണ്ട് പോകുന്ന സ്ഥലത്തെല്ലാം ഓരോന്നാക്കിച്ചിട്ട് വീട് വെച്ച് കൊടുത്തവരെയും ചീത്ത വിളിച്ചു, മറുനാടനെയും തെറി വിളിച്ചു, അങ്ങനെ എല്ലാ ആൾക്കാരെയും തെറി വിളിച്ച് മഹാമോശമായി നെഗറ്റീവായി തുണിയും കുറെ മാറ്റി കാണിച്ചു വളരെ മോശമായി സംബന്ധം. അവരെ എപ്പോഴും അവരെ ഒരു കണ്ടന്റിന്റെ ബേസിൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിർത്തിയത് കൊണ്ട് അവരെ നെഗറ്റീവ് ഫെയിമിലാണ് ബിഗ് ബോസ് അവരെ സെലക്ട് ചെയ്തത്. അല്ലാതെ ഇവിടെ അങ്ങോട്ട് ഓസ്കാർ വാങ്ങിച്ചു, അല്ലാണ്ട് ഇവിടെ വലിയ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് വിളിച്ച ആൾക്കാരൊന്നും ബിഗ് ബോസിൽ പോകാതിരുന്ന. കാരണം ഇങ്ങനെയുള്ള ഷോയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ഫെയിമുള്ള ആൾക്കാരും അങ്ങനെയുള്ള പല പല കാറ്റഗറിയിലുള്ള ആൾക്കാരും ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഷോ. കാരണം എല്ലാ തരത്തിലുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്തിട്ട് അവരെങ്ങനെ ജീവിക്കുന്നു എന്നറിയാനുള്ള ഒരു റിയാലിറ്റി, ആ റിയാലിറ്റി ഷോയിലാണ് പോയിരുന്നത് ഞാൻ ഏതാണ്ടല്ല. അപ്പൊ അതിന് നമ്മളിത് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളിതിന് തെറി വിളിക്കണം. എന്തിന് തെറി വിളിക്കേണ്ട ആവശ്യം എന്താണ്? കാര്യം പറയാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വീഡിയോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ കാണണ്ടപ്പ. നിങ്ങൾ കാണാൻ നമ്മളാരെങ്കിലും നിർബന്ധിച്ചോ? നിങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ നീയൊക്കെ ലക്ഷങ്ങളല്ല എന്ന് നീ എന്ന് വിളിക്കാൻ നിന്റെ വീട്ടിൽ പോരുന്ന നിന്റെ വീട്ടുകാരെ ആരെങ്കിലും വിളിച്ചാൽ മതി നീ എന്നൊക്കെ. അത് ഏതവനായാലും ഏതവളായാലും നിന്റെയൊക്കെ പിന്നെ വീട്ടുകാരെ തന്തയോ തള്ളയോ ഒക്കെ വിളിച്ചാൽ മതി നീ എന്ന്. ഞങ്ങളെ പോലുള്ള ആൾക്കാരെ ഒന്നും വിളിക്കണം. ഞങ്ങളൊക്കെ മാനം മര്യാദയ്ക്ക് വളരെ മാന്യമായി സംസാരിച്ച് മാന്യമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ആരെയും പേഴ്സണലായിട്ട് ഒരു ഉപദ്രവവും ചെയ്യുന്ന ആളല്ല. പിന്നെ നീയെന്നും മറ്റേതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ പച്ചത്തെറി ഞാൻ വിളിക്കുകയും ചെയ്യും. കാരണം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും വിളിക്കാൻ നന്നായിട്ട് അറിയാം. വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ കയ്യിൽ ഇപ്പോൾ എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയണ, രേണുസുധിയുടെ യോഗ്യത എന്താണ്? രേണുസുധിയുടെ അടുത്ത് നിൽക്കാൻ നിനക്ക് യോഗ്യത? രേണുസുധിയുടെ അടുത്ത് പോയിട്ട് 1 കിലോമീറ്റർ ദൂരം എന്നാൽ പോലും നമുക്ക് പിന്നെ എന്താ പറയണം, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോവത്. രേണുസുധിയുടെ 1 കിലോമീറ്റർ അകലെ പോലെ നിൽക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്ന താല്പര്യമുള്ളവർ കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലൈവ് അപ്ഡേഷൻസ് നെക്സ്റ്റ് വീഡിയോ